എത്രാം ക്ലാസ്സിലാണ് പഠിച്ചത്? ഞങ്ങള് LKG മുതൽ 7th സ്റ്റാൻഡേർഡ് വരെ മാണിക്കാമ്പ് സ്കൂളിൽ പഠിച്ചതായിരുന്നു. ഒന്നിച്ച് പഠിച്ച 7th സ്റ്റാൻഡേർഡ് ആള് ഫെയിലായി പോയി. പിന്നെ ഞങ്ങള് ഒരു ഫ്രണ്ട് ആയി. ജിൻഡോ എന്ന് പറഞ്ഞ അതിന് ശേഷം ഞാൻ എൻ്റെ മേഖല സ്കൂൾ വിദ്യാഭ്യാസം കോളേജ് ജീവിതം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മേഖലയിലേക്ക് മാറി. ജിൻഡോൻ്റെ ഒരു പാഷനായിരുന്നു അതില്ലെങ്കിൽ കരാട്ടെ എന്ന് പറയുന്നത്. അവന് സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു 3-4 സ്ഥലത്ത് ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എന്നൊരു ഫ്രണ്ട്സിലേക്ക് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ജിൻഡോ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു പച്ചയായ മനുഷ്യനാണ്. ആരുടെ അടുത്ത് എന്ത് കാര്യങ്ങളും ലളിതമായിട്ടുള്ള നാട്ടുഭാഷയായിരിക്കും നല്ല സംസാരം കൂടുതലും വരുന്നത്. അത് ചിലവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. നാട്ടുഭാഷയിൽ ഇപ്പോൾ നിങ്ങളുടെ പേരെന്തെന്ന് പറഞ്ഞത്? അജിത. ഇതൊന്നും പോടാന്ന് പറഞ്ഞാൽ ചീത്തയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു കാറ്റഗറിയിൽ പെട്ടുപോയി. ഈ ബിഗ് ബോസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ജിൻഡോൻ്റെ സംസാര രീതികളും ചിലവർക്ക് ഉൾക്കൊള്ളാൻ പറ്റി, ചിലവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതൊരു പച്ചയായ മനുഷ്യനെ വിലയിരുത്താൻ പറ്റിയതല്ലോ. അങ്ങനെ വിലയിരുത്തി 100 ദിവസം അവിടെ നിൽക്കുമോ? ശരിക്കും പറഞ്ഞാൽ ജിൻഡോ എന്ന് പറഞ്ഞാൽ മണ്ടനെന്ന് പറയിപ്പിച്ചുകൊണ്ടൊരു കപ്പ് നേടിയിട്ട് വരുന്നു ഞാൻ ആത്മവിശ്വാസം കൊള്ളുന്നു. കാരണം ജിൻഡോനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. അതിൽ കൂടുതലൊന്നും പറയാനില്ല ജിൻഡോനെ കുറിച്ച്. അപ്പൊ ജിൻഡപ്പൻ ശരിക്കും ബിഗ് ബോസിൽ എന്താന്ന് വെച്ചാൽ ശരിക്കും അത് തന്നെയാണ് ജിൻഡപ്പൻ. ഒരു മാറ്റമില്ല. വന്ന വഴിയും തിന്നു ചോറും മറക്കാത്തവന് ജിൻഡപ്പൻ. അതാണ് ജിൻഡോ, പച്ചയായ ഒരു മനുഷ്യൻ. ജിൻഡപ്പൻ കപ്പടിക്കണമെന്ന് അമിതമായിട്ട് ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. കപ്പടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം, ആശംസിക്കുകയും ചെയ്യണം. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ കപ്പടിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരാളാണല്ലോ ജിൻഡപ്പൻ. അത് ഷോ കണ്ടിട്ട് അങ്ങനെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. കാരണം ഒന്ന് വോട്ടിങ്, രണ്ടാമത് ശരിക്കും ഇതിനകത്ത് ജാസ്മിനോട് ഒരു പക്ഷപാതം കാണിക്കുന്നുണ്ട് ബിഗ് ബോസ് ടീം അല്ലെങ്കിൽ ക്രൂ. തോന്നി, വളരെയധികം ഗെയിമുകളിൽ അങ്ങനെ തോന്നി. ജാസ്മിന് കിട്ടുന്ന ഒരു സ്പേസ് അല്ലെങ്കിൽ ജാസ്മിന് കൊടുക്കുന്ന സപ്പോർട്ട് മറ്റ് പല കണ്ടസ്റ്റന്റിനും കിട്ടാതെ പോയിട്ടുണ്ട്. ജിൻഡോ അതിനകത്ത് ഇൻക്ലൂഡ് എന്ന് മാത്രമേ ഉള്ളൂ. ജിൻഡോന് കപ്പടിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കണേ. മാണിക്കാലത്തേക്ക് ഒരു കപ്പ് വരട്ടേന്നേ. ഞങ്ങളുടെ സ്ഥലത്തിന്റെ ഒരു മാണിക്കം കാലടിയിൽ നിന്ന് ആദിശങ്കരന്റെ മണ്ണ. ആദിശങ്കരൻ ജനിച്ച സ്ഥലം തൊട്ടടുത്ത് തന്നെ തോമസ് ലീ വന്ന് കാലുത്തിയ സ്ഥലം മലയാറ്റൂർ പള്ളി. അപ്പൊ ഇതൊക്കെ ഉൾപ്പെടുന്ന സ്ഥലത്തേക്ക് ജിൻഡോന്റെ പേര് ഒരു കപ്പ് തന്നെ നല്ലതല്ലേ? മണിക്കൂറുകളേ ഉള്ളൂ. ഒരു നാളെ വൈകിട്ട് അറിയാലോ, ഈ സമയമാകുമ്പോഴേക്ക് ഏകദേശം ഷോ ആരംഭിക്കും. അതിനുള്ള പരിപാടികളാവും. എല്ലാ വിധത്തില് ബിഗ് ബോസ് ടീമിന് എന്റെ വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞങ്ങളുടെ ജിൻഡപ്പിന് വേണ്ടിയിട്ട് കപ്പടിക്കട്ടെ എന്ന് ആശംസിക്കുന്ന ആത്മാർത്ഥമായിട്ട്. താങ്ക് യു. മാണിക്കാലത്തെ ഒരു മുത്താണ് ഇവിടെ സംബന്ധിച്ചിടത്തോളം. മാണിക്കാലത്തെ ഏറ്റവും നല്ല മുത്ത് തന്നെയാണ് അവൻ. മിടുക്കനാണ്, സമർത്ഥനാണ്, എല്ലാ രീതിയിലും ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കട്ടെ അവന്റെ പരിപാടികളൊക്കെ എന്നും ഞങ്ങള് കാണാറുണ്ട്. മാണിക്ക ഈ മാണിക്യമംഗലത്തെ എല്ലാ പരിപാടിക്കും ജിൻഡപ്പൻ ഉണ്ടാവാറുണ്ടോ? ഉണ്ട്. അവൻ ആക്റ്റീവാണ് എല്ലാ കാര്യങ്ങൾക്കും. ജിമ്മിലായാലും എല്ലാത്തിലും നല്ല ആക്റ്റീവായിട്ടാണ് അവൻ മുന്നോട്ടേക്ക് പോകാൻ. നമുക്ക് നല്ല അഭിപ്രായം തന്നെ അവനെ പറ്റി പറയാനുള്ളൂ. ജിൻഡപ്പൻ കപ്പടിക്കണം. 100% അടിക്കും അവൻ. അടിച്ചിരിക്കും അവൻ 100%. പിന്നെ ജിൻഡപ്പനെ അറിയുന്ന ജിൻഡപ്പന് ചെറുപ്പം തൊട്ട് അറിയണ. ജിൻഡപ്പൻ അതായത് ഒത്തിരി കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിയൊക്കെ ഈ സ്റ്റേജിലേക്ക് വന്നേക്കണ ആളാണ്. അതുകൊണ്ട് തന്നെ എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു കാപ്പബിലിറ്റി പുള്ളിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എന്നുണ്ടെങ്കിൽ അതായത് കപ്പ് 50 ലക്ഷം രൂപ അവനോട് കൊണ്ടുവരും. പിന്നെ മാണികാലത്തിന് അങ്ങനെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഇവിടുന്ന് പോയവരാരും മോശാവില്ല. ഞങ്ങളിപ്പോ ഒന്നും ചെയ്യില്ല. ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ട് സ്വീകരണം ഏർപ്പെടുത്തും. സ്വീകരണം ഞങ്ങളുടെ മനസ്സിലുള്ള സ്വീകരണം തന്നെ ഇപ്പൊ അവനുണ്ട്. ഇനി അവന് അത് കഴിഞ്ഞു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് അവന് സ്വീകരിക്കും. അവനതിനുള്ള ഞാൻ പറഞ്ഞില്ലേ, കാലിബർ ഉണ്ട്. ഒരു വളരെ താണ രീതിയിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും വരെയൊക്കെ അവൻ എത്താനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി തീർച്ചയായിട്ടും എത്തിക്കോളും. കോൺഫിഡൻസാ. നമ്മള് ബിഗ് ബോസ് തുടങ്ങി കഴിഞ്ഞപ്പോണ്ടല്ലേ ജിൻഡപ്പനെ പ്രേക്ഷകർക്ക് അങ്ങനെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. കാരണം ഒരു മറ്റു രീതിയിൽ പെട്ടെന്ന് ഔട്ടാവൂന്നൊക്കെയാ പറഞ്ഞിരുന്നത്. അതൊക്കെ പലരും മണ്ടനൊക്കെ വിളിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ അവർ മാറ്റി വിളിച്ചിട്ടുണ്ട്. അല്ല, അതൊക്കെ അവര് തിരിച്ചു പറഞ്ഞോളും. അത് തിരിച്ചു പറഞ്ഞോളും അവര്. അത് കുഴപ്പമൊന്നുമില്ല. ജിൻഡപ്പൻ ശരിക്കും ഈ ബിഗ് ബോസിൽ ഇപ്പൊ എങ്ങനെയാണ് ജിൻഡപ്പൻ നിൽക്കുന്നത് അത് തന്നെയാണ് ശരിക്കും ജിൻഡപ്പൻ നാട്ടിലും. അല്ല, ജിൻഡപ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഒരു പ്രത്യേക ക്യാരക്ടറാ പുള്ളി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് താഴോടത്ത് താഴാനും പൊന്തോടത്ത് പൊന്താനും ഒരുപോലെ കഴിവുള്ള ആളാ അവന്. അതായതുണ്ടെങ്കിൽ അതായത് അവനാ കാണുന്നതൊന്നും അല്ല. ആ കാണുന്നതൊന്നും അല്ല ആള്.
അപ്പൊ ഇത്രയും ഇതായിട്ടുണ്ടെങ്കിൽ താണ രീതിയിൽ നിന്ന് വന്നിട്ട് ഇത്രയൊക്കെ എത്തി, ബിഗ് ബോസ് വരെ എത്തി എന്ന് പറഞ്ഞു. അവനത് അവിടം വരെ എത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഇനിയിപ്പോ അവൻ ഇത്രയും വരെ എത്തിയില്ല. ഇപ്പൊ ചില സമയത്ത് ജിൻഡപ്പൻ പറയുന്നുണ്ട്, ജിൻഡപ്പൻ ഒന്ന് കൺട്രോൾ വിട്ടാൽ താങ്ങില്ല എന്നൊരു രീതിയിലുള്ള സംസാരമുണ്ട്. അങ്ങനെയാണോ ജിൻഡപ്പൻ പറഞ്ഞാലും പെട്ടെന്ന് കൂളാവും അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാ. ഇവിടെ നാട്ടിൽ വഴക്ക് അങ്ങനെ ഒന്നും ഉണ്ടാക്കാത്ത അവിടെ ഞങ്ങളാരും കണ്ടിട്ടില്ല. ഞാൻ ചെറുപ്പം തുടങ്ങി തന്നെ എനിക്ക് മാർക്കറ്റിൽ പച്ചക്കറി കടയായിരുന്നു. അപ്പൊ അവർക്ക് ഇവിടെ പച്ചക്കറി കട ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് അവനാണ് പച്ചക്കറി എടുക്കാനൊക്കെ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ എല്ലാ ലെവലും കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരാളാണ്. ഏത് റോളും പിടിച്ചോളും. അതാണ് പേടിക്കണ്ട. അതെ, പുള്ളിക്ക് അതിനുള്ളൊരു ഇതൊക്കെ ഉണ്ട്. അപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് അവൻ ജയിച്ചു വന്നെ നോക്കിണ്ട് ഞങ്ങൾ നിക്കണേ. ഞാൻ മാത്രല്ല, മാണിക്കാലം മൊത്തം. പിന്നെ നമ്മുടെ നാട്ടുകാരാണ് തൊട്ടടുത്തുള്ള വീട്. കപ്പടിക്കില്ല, ഉറപ്പായിട്ട് അടിക്കും. എങ്ങാനും ജിൻഡപ്പൻ കപ്പടിക്കാതെ പോയാലോ? കപ്പടിക്കാണ്ട് പോയാൽ ഞങ്ങളുടെ നാട്ടിലെല്ലാവർക്കും ഭയങ്കര വിഷമാവും. നാട്ടുകാരോട് ജിൻഡപ്പന് കപ്പടിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ സ്വീകരണമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടപ്പോഴേ? പ്ലാനൊന്നും ചെയ്തല്ല, എന്തായാലും സ്വീകരണങ്ങളൊക്കെ ഉണ്ടാവും. ഉറപ്പായിട്ട് നടത്തിയിരിക്കല്ലേ? ഇപ്പൊ തന്നെ ജിൻഡോനെ ഞാൻ വോട്ട് ചെയ്തോളൂ. ഇപ്പൊ ചെയ്ത് വെച്ചോളൂ അല്ലേ? ജിൻഡപ്പൻ ശരിക്കും ഇങ്ങനെയാണോ? ഭയങ്കര, കാരണം ഇത്രയും എന്താ പറയാ, വലിയ ശരീരത്തിലെ പിഞ്ചു മനസ്സെന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയൊക്കെ തന്നെയാണ് നാട്ടുകാരായിട്ടൊക്കെ ഭയങ്കര ഇതാവുള്ളൂ. ഇപ്പൊ ചേട്ടന്റെ ഒരു ഇതില് ജിൻഡപ്പനെ വെച്ചുള്ള ഏറ്റവും നല്ലൊരു ഓർമ്മ എന്താ? ഓർമ്മ എന്ന് വെച്ചാൽ ഇവിടെ പച്ചക്കറി മേടിക്കാൻ വരാറുണ്ട്, അങ്ങനെയുള്ള ഒരു പരിചയമാണ്. വേറെ വലിയ ഓർമ്മ പറയാനായിട്ടൊന്നുമില്ല. ഇവിടെ കാണുമ്പോ ഒരു നല്ല ചിരി അല്ലേ? ഏക തന്നെ. ജിൻഡപ്പനെ എത്തവണ എന്തായാലും കപ്പടിക്കും. ഇത്തവണ കപ്പടിക്കാതെ പോകുമെന്ന് പോവില്ല. ഇപ്പൊ തന്നെ വോട്ട് ചെയ്തപ്പോ പുള്ളിക്കാണ് ഏറ്റവും കൂടുതൽ തൊട്ട്. ആദ്യമൊക്കെ വിചാരിച്ചിരുന്നു ജിൻഡപ്പൻ ഇത്ര എത്തുന്നു, കാരണം തുടക്കത്തിൽ ഭയങ്കര നെഗറ്റീവ് ഒക്കെ അല്ലായിരുന്നു ജിൻഡപ്പൻ അടിച്ചിരുന്നത്. പിന്നെ പുള്ളി കയറി വന്നില്ല. അന്നേരം അതൊക്കെ ഉണ്ടായിരുന്നു. അതായിരുന്നു ശരിക്കും ജിൻഡപ്പനായിട്ട് തോന്നിയായിരുന്നോ? അല്ല, പുള്ളി ഒരു പാവം മോഡലാണ് എപ്പോഴും. അപ്പൊ കപ്പടിക്കും, ഉറപ്പ് പഠിക്കും.